നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഗോമതി ദേവിമല ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ പൂജാരി പ്രസാദം എല്ലാം കൊണ്ടേ കൊടുത്തു. ഈ സമയത്ത് അവരോട് ഗോമതി ചോദിച്ചു, അല്ല സ്വാമിപ്പൂറ്റി ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെന്താ അങ്ങോട്ടേക്ക് ചെന്നു, അവിടെ ഉണ്ടെന്ന് പറയണ. അങ്ങനെ സ്വാമിപ്പൂറ്റിയുള്ള സ്ഥലത്തേക്ക് ഗോമതി ചെല്ലുവാണ്. ഈ സമയത്ത് ഗോമതിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് നടത്തിയ പൂജയും കാര്യങ്ങളൊക്കെ ഗുണകരമായല്ലോ, ദോഷങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, വീണ്ടും വന്നില്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും വന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒന്നും മനസ്സിലാത്ത മട്ടി ഗോമതി ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് ഗോമതിയോട് പറഞ്ഞു, എനിക്കറിയായിരുന്നു നിങ്ങൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയും വീണ്ടും വരുമെന്ന്. അന്ന് അങ്ങനെ ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. ആ അഗ്നിപൂജ നടത്തിയത് വിജയകരമായിരുന്ന ദോഷങ്ങളൊക്കെ മാറിയെന്ന്. പക്ഷെ അതല്ലല്ലോ അതിന്റെ സത്യാവസ്ഥ. അഗ്നിപൂജ വിജയമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും ഗോമതി ചോദിച്ചു, തിരുമേനി എന്താ പറയണേ? അഗ്നിപൂജ വിജയമായിരുന്നില്ലെന്നോ? അപ്പൊ പിന്നെ അന്ന് തിരുമേനി പറഞ്ഞോ? അത് കേട്ട് ഇനിയിപ്പോ തിരുമേനി അപ്പൊ ഇവര് കാര്യങ്ങളൊന്നും അറിയാതെയാണോ വന്നതെന്നൊരു ചിന്തയുണ്ടായി. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, അതെ എന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് കള്ളത്തരം പറഞ്ഞല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ എനിക്കൊരു സമാധാനമായി, നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാ വന്നേന്ന് അറിഞ്ഞിട്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, തിരുമേനി എനിക്കറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്താ പൂജ വിജയകരമായിരുന്നില്ല, അപ്പൊ പിന്നെ ഇനിയും കുടുംബത്തിൽ ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നാണോ സ്വാമി പോയിട്ട് പറയണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം തിരുമേനി പറഞ്ഞു, അതെ ദോഷങ്ങളൊന്നും ഒഴിവായി പോയിട്ടില്ല. അയ്യോ എന്റെ ദേവി, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചോണ്ട് ഗോമതി കരയാണ്. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, ദൈവമേ താൻ കാരണം ഒരാളുടെ ദുഃഖത്തിന് കാരണമായല്ലോ. തന്റെ നാവ് കാരണം താൻ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത വീണ്ടും അയാളുടെ മനസ്സിലേക്ക് വരുവാണ്. ഇവര് സത്യങ്ങളൊക്കെ അറിയാതെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നേ. ആ സമയം ഗോമതി പറഞ്ഞു, എന്താണെങ്കിലും ദേവിയാണ് ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേ, അല്ലായിരുന്നെങ്കിലോ ആ പൂജ വിജയകരമായിരുന്നു, അല്ലെങ്കിൽ ദേവി കടാക്ഷിച്ചെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നല്ലോ. ഇനിയിപ്പൊ അങ്ങനെയല്ലല്ലേ, അങ്ങനെയാണ് ഇനി എന്ത് ചെയ്യും സ്വാമി, ദുരന്തം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സ്വാമി പോറ്റി പറഞ്ഞു, അന്ന് പൂജ ചെയ്തെങ്കിലും അതിന്റെ നിമിത്തം ദുർനിമിത്തമായിരുന്നു കണ്ടത്, അതുകൊണ്ട് ആ പൂജ ശുഭകരമായില്ല. അത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്താലോ, വീണ്ടും അഗ്നിപൂജ ഒന്നുകൂടെ നടത്തിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും തിരുമേനി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അഗ്നിപൂജ. ഇനി 41 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ അഗ്നിപൂജ രണ്ടാമത് നടത്താനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് 41 നാൾ കഴിയണമെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് ഭയങ്കര വിഷമായി. സ്വാമി പറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി അവിടെ നിന്ന് കരയുവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ എന്റെ ഭഗവാനെ, എന്തോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഇനിയിപ്പം കുടുംബത്തിൽ ദുരന്തം സംഭവിക്കുമോ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗോമതി അവിടെ ദേവിയെ വിളിച്ച് അപേക്ഷിച്ച് കരയുവാണ്. ഇതേ സമയത്ത് സുകന്യെ പുറത്തു പോകാൻ റെഡിയായിട്ട് ബാഗ് തൂക്കി അങ്ങോട്ട് വരികയാണ്. അപ്പം മിത്രയും അനുശ്രീ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. സുകന്യ വന്നിട്ട് അനുശ്രീ ചോദിച്ചു, അല്ല നീ ഇതുവരെയായിട്ട് റെഡിയായില്ലേ, ഇതെന്ത് ഇരിപ്പ അനുശ്രീ ഇരിക്കണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അനുശ്രീ ചോദിച്ചു, എന്താ ചേച്ചി? ഓ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് പോയില്ലേ, അപ്പൊ നിനക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, നീ പുറത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അനുശ്രീ നോക്കണം. അനുശ്രീ ഇങ്ങനെ കണ്ണുമായും പിടിച്ച് നിൽക്കുവാണ്. കാരണം ഇത് ഇപ്പോഴാണ് കേൾക്കേണ്ട കാര്യം. അപ്പോഴേക്കും അനുശ്രീക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഈ സമയം ഇത്ര ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും അനുശ്രീയോട് പറഞ്ഞു, അതെ പെട്ടെന്ന് നീ പോയി റെഡി ആയിട്ട് വരാൻ നോക്ക്, ഇതേ സമയം പോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ ഇങ്ങനെ നോക്കി. ആ സമയത്ത് മിത്ര ഇങ്ങനെ കണ്ണും കൊണ്ട് കൈ കൊണ്ട് കാണിക്കുവാണ്. അപ്പോഴേക്കും അനുശ്രീക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ പറയണേ, ഒരു പക്ഷെ മിത്രച്ച് ഇരിക്കുന്നോണ്ടായിരിക്കും. പിന്നീട് അനുശ്രീ പറഞ്ഞു, ഞാൻ റെഡിയായിട്ട് വരാം, എന്നാ പെട്ടെന്ന് പോയി ചെല്ലാനും പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ട് കയറ്റി വിട്ടു. ആ സമയത്ത് മിത്ര ചോദിച്ചു, അല്ല പുറത്തു പോകുന്ന കാര്യം അപ്പച്ചിയോട് പറഞ്ഞായിരുന്നെന്ന് ചോദിച്ചു. അതെ പറയാൻ പറ്റിയില്ല, ഒരു കാര്യം ചെയ്താൽ മതി, മിത്ര ഗോമതി ചേച്ചിയോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ലെ നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ മിത്രന്ന് ചോദിച്ചു. എനിക്കൊന്നും വാങ്ങാനില്ലെന്ന് പറഞ്ഞു. എന്നാ സാരമില്ല, എന്തേലും വാങ്ങണ്ടേ പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയിട്ടൊരു വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ റെഡിയായിട്ട് വന്നു, വാ പോകാന്നും പറഞ്ഞോണ്ട് അങ്ങനെ അനുശ്രീയെ കൈ പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. കുറച്ചു ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ അനുശ്രീ ചോദിച്ചു, അല്ലേ ചേച്ചി നമ്മളിത് എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. അല്ലേ ചേച്ചി എങ്ങോട്ടേക്കാന്ന് പറഞ്ഞില്ലല്ലോ, ആരെ കാണാനാ പോകുന്നേ? അതെ ഒരാളെ കാണാനായിട്ട്, നിന്നെ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാനായിട്ട്. എന്നെ ഇഷ്ടപ്പെട്ട ആളോ, അതാരാന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല ആരെ കാണാൻ ചേച്ചി? അതെ നീ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും നിന്നെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാ, നിനക്കും ഇഷ്ടമുള്ള ഒരാളാന്ന് പറഞ്ഞു. അതെ ചേച്ചി ആരാന്ന് കാര്യം പറ, എനിക്കറിയില്ല. അതെ അങ്ങോട്ടേക്ക് നോക്കാനും പറഞ്ഞ് കൈ ചൂണ്ടുവാണ്. അപ്പോഴേക്കും അലോക അവിടെ നിൽക്കുന്നുണ്ട്. അലോകോ?
അല്ല, അലോകും ഞാനും തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ള അല്ലേന്ന് ചോദിച്ചു. അതെ. ആയിക്കോട്ടെ, എന്നാ ബാ. അലോക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞായിരുന്നു അനുശ്വരയെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൂടി വിളിപ്പിച്ചുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ അലോകിന്റെ അടുത്തേക്ക് ചെന്നു. അലോകിന്റെ അടുത്ത് നിന്ന് അലോകിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അനുസരിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് സുകന്യയുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ സമയത്ത് സുകന്യ പറഞ്ഞു, ദേ അലോകെ, ഇവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഇവൾക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളതെന്ന്. നിനക്കും അങ്ങനെ തന്നെയാണോ അലോകെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇവളെ ഇഷ്ടമാ, തിരിച്ച് ഇവക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അല്ല, ഇവളങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അത് കേട്ടപ്പോൾ അനുശ്രീയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അനുശ്രീ പറഞ്ഞു, അത് പിന്നെ ചേച്ചി എനിക്കെല്ലാം മനസ്സിലായി, നിനക്കും ഇഷ്ടമാന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അലോക് വിളിച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. ആ സമയത്ത് അലോക് പറഞ്ഞു, അനുശ്രീ നിനക്കറിയാലോ, നീ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് ഞാൻ വെറും ഫ്രണ്ട് മാത്രമാണോന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സുകന്യ പറഞ്ഞു, നീ എന്താ അനുശ്രീ മിണ്ടാത്തെ? നിനക്ക് ഇവനോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പം അനുശ്രീ പറഞ്ഞു, അല്ല, എനിക്ക് ഇവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അലോക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇവൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. പക്ഷേങ്കില് എന്ന് പറഞ്ഞ് നിർത്തുവാണ്. അപ്പോഴേക്കും സുകന്യ ചോദിച്ചു, അതെന്താ ഒരു പക്ഷേങ്കില്? അത് പിന്നെ അറിയാലോ, എൻ്റെ അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരോ അച്ഛനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല ഈ ബന്ധം. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിച്ചു വിടാൻ നോക്കും. അലോകുമായിട്ട് റിലേഷന് അവർക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ കുറച്ച് ധൈര്യമൊക്കെ കാണിക്കണ്ടെന്ന് ചോദിച്ചു. എനിക്ക് പേടി അലോകേന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, ഇങ്ങനെ പേടിച്ചാലോ? നമ്മൾ ഇത്തിരി റിസ്ക് എടുത്താലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ രണ്ട് ചേട്ടന്മാരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലേ നിന്റെ നാത്തൂമാരൊക്കെ എങ്ങനെ വീട്ടിലേക്ക് വന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് പിന്മാറി നിൽക്കുന്നേ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അല്ല ചേച്ചി, അത് ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു തീരുമാനം പറയാനായിട്ട് അനുസരിക്ക് പറ്റില്ല. അപ്പോഴേക്കും അലോക് സുകന്യയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു കഥ പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എൻ്റെ വീട്ടില് എൻ്റെ അപ്പച്ചി ഭയങ്കര കാര്യമായിരുന്നു. എൻ്റെ അച്ഛനും വല്യച്ഛനും എല്ലാവർക്കും അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പക്ഷെ അപ്പച്ചിക്ക് കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അപ്പച്ചി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായി, ബാലമാമനുമായിട്ട്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വീട് വിട്ടു പോവുക ചെയ്ത. ഇത്ര സ്നേഹിച്ച അച്ഛനെ അമ്മയും എല്ലാവരും എതിർത്ത് വീട് വിട്ടു പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അതുകൊണ്ട് അവർ നന്നായിട്ട് ജീവിക്കുന്നു. ആ സമയം അലോക് പറഞ്ഞു, അന്ന് അവരൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്തായി തീർന്നേനം, അപ്പച്ചിയുടെ ജീവിതം എന്തായി തീർന്നേനം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു പതർച്ച ഉണ്ടായി അനുശ്രീക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അതെ, നിന്റെ അച്ഛനും അമ്മയും അന്നൊരു തീരുമാനം എടുത്തു അവരൊന്നിച്ച് ജീവിക്കാനായിട്ട്. അതുകൊണ്ട് അവർ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സന്തോഷത്തോട് കൂടിയിട്ടല്ലേ അവർ ജീവിക്കണമെന്ന് ചോദിച്ചു. അതെ സുകന്യേച്ചി, പിന്നെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഒരു തീരുമാനം എടുക്കണം. ഒരു പക്ഷേങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. വീട്ടുകാരുടെ എതിർപ്പിനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ അനുശ്രീയുടെ മനസ്സിനെ ബ്രെയിൻ വാഷ് ചെയ്യുവാണ്. ഒടുവിൽ സുകന്യ പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണില്ല ഭാവി കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സുകന്യ അങ്ങോട്ട് പോയി, മാറിപ്പോയി. ആ സമയത്ത് ആ ലോക അനുസരിച്ച് നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടായിരിക്കില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നിന്നെ. നീ നോ പറയാ ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ സുകന്യേച്ചി പറഞ്ഞു കേട്ടോ, എന്തിനു വേദന നമ്മളോടൊപ്പം കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരിക്കുമെന്ന്. അപ്പോഴേക്കും അനുസരിച്ച് ഞാൻ സുകന്യേച്ചിനെ തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, എനിക്ക് അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. ഇപ്പോഴെന്താണല്ലോ എനിക്ക് വിശ്വാസമായി, എന്ത് വന്നാലും സുകന്യേച്ചി നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലോ. ആ ഒരു സന്തോഷത്തിൽ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ്. അതേ സമയത്ത് ഗോമതി ദേവിമല ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് തിരികെ വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു പരവേശവും ടെൻഷനും ഒക്കെ ആയിരുന്നു. സ്വാമി പോയിട്ട് പറഞ്ഞ കാര്യം ഓർത്തിട്ട്. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, എന്താ അപ്പച്ചി, എന്താ ദേവിമല ക്ഷേത്രത്തിൽ പോയിട്ട് മുഖത്തൊരു പ്രസന്നതയൊന്നും ഇല്ലല്ലോ, നന്നായിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചില്ലേന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചു മോളെ, നീ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് മിത്ര അകത്ത് പോയി കുറച്ച് വെള്ളം എല്ലാം കൊണ്ട് കൊടുത്തു. അതങ്ങനെ കുടിച്ചോണ്ടിരുന്നിട്ടും ഗോമതിയുടെ മുഖം തെളിഞ്ഞില്ല. അല്ല, എന്താ അപ്പച്ചി, എന്തു പറ്റി അപ്പച്ചിന്റെ മുഖം വല്ലാതിരിക്കണേ? എന്തോ കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടല്ലോ, പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നേ. അത് പിന്നെ മോളെ, ദേവമല ക്ഷേത്രത്തിലേക്ക് പോയതുകൊണ്ട് എനിക്ക് ആ വലിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങള്? അത് പിന്നെ ഉണ്ടല്ലോ മോളെ, ഒന്നും പറയണ്ട. നമ്മളെല്ലാം വിചാരിച്ചോണ്ടിരുന്ന എന്താ, ആ പൂജ വിജയകരമായിരുന്നല്ലേ, അഗ്നിപൂജ. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ലെന്നോ? അതെ, ആ പൂജ വിജയകരമായിരുന്നില്ല. ദുർനിമിത്തങ്ങളെ കാണിച്ചെന്ന് പൂജ അവസാനിച്ചു കഴിഞ്ഞപ്പോ
സാമിപ്പോറ്റി ഇന്നാണ് എന്നോടത് പറയുന്നത്. വിഷയിപ്പിക്കേണ്ടാന്ന് കരുതിയിട്ട് പറയാതിരുന്നാണ് പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയും വല്ലാതെ ഞെട്ടിപ്പോയി. മിത്ര ഇത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.